കാര്യം നമ്മൾ ഉടമ്പടി നമ്മളെ പഠിപ്പിക്കുന്ന കുറേ പാഠങ്ങളുണ്ട്. ചില ആൾക്കാർ അടുത്ത ബസ് സ്റ്റോപ്പിൽ വന്ന് വെച്ചും പറയും ഞങ്ങൾക്ക് പോകണം എന്ന് പറഞ്ഞോട് വന്ന് ധൃതി ഉണ്ടാക്കും. അപ്പം ഞങ്ങൾ ചിലപ്പോൾ അടുത്ത 2 സ്റ്റോപ്പിൻ്റെ അപ്പുറത്തുള്ള ആൾക്കാരായിരിക്കും കൃപാസനത്തിന്. ഇപ്പം ഞങ്ങൾ എന്താ പറയണം അവരോട്? ദയവായിട്ട് ഇവിടുന്ന് മാറി തരാമെന്നേ പറയത്തുള്ളൂ. അല്ല നിങ്ങൾ ഉടമ്പടി എടുക്കണം ഒന്നും പറയത്തില്ല. കാര്യം ഇവരെ കൊണ്ട് ഉടമ്പടി എടുത്തിട്ട് ദൈവത്തിനൊന്നും നേടാനില്ല ഞങ്ങൾക്കറിയാം. കാര്യം അവർക്ക് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ അവിടെ ഒന്നുമില്ല. ഉടമ്പടിക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്താണ്? ഉടമ്പടിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ സാക്ഷി വിട്ടിട്ടുണ്ട്, ചേർത്തലയിലുള്ള സാക്ഷിയാണ്, ആലപ്പുഴത്തെ സാക്ഷിയാണ്. അതിടാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗീസ് എന്നൊരാളാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. എന്താണ് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ 40 വർഷമായിട്ട് അദ്ദേഹത്തിന് വഴിയില്ല, പുറത്തേക്ക് പോകാൻ വഴിയില്ല. ഇതിൻ്റെ അകത്ത് വരുന്ന വിഷയം എന്ന് പറയണത് ഇദ്ദേഹത്തിൻ്റെ 9 വീട്ടുകാരും ഉണ്ട് അടുത്ത്. അവർ വെള്ളത്തിലൂടെയാണ് പോകുന്നത്. അപ്പം ഞാനോർത്തു ഒട്ടൊപ്പം വെള്ളത്തിലാണ് പോകണത്. അപ്പോൾ എല്ലാ മാസവും തന്നെ ഇത് ആവശ്യമുണ്ട്. അതായത് തണ്ണീർമുക്കം കായലിൽ കൂടെ ഉപ്പ് വെള്ളം കയറി വരുമ്പോൾ ഇവിടെ വീടിൻ്റെ വക കയറും. തണ്ണീർമുക്കം കായലിലൂടെ അദ്ദേഹം അത് പ്രത്യേകം പറയുന്നുണ്ട്, തണ്ണീർമുക്കം കായലിലൂടെ ഉപ്പ് കയറി വരുമെന്ന്. ഉപ്പുവെള്ളം കയറി വരുമ്പോൾ അത് കായലും പൊങ്ങിയിട്ട് ഇവരുടെ വീട്ടുവഴികളിലൂടെയാണ് ഈ ഉപ്പ് വെള്ളം കയറുമ്പോൾ മുട്ടപ്പം വെള്ളം എന്നാണ് പറയണത്. എന്നിട്ട് എങ്ങനെ 12 മാസവും വെള്ളം, അല്ലാതെ വർഷകാലത്ത് മാത്രമല്ല, വർഷകാലത്തും വേനൽക്കാലത്തും വെള്ളം, 12 മാസവും വെള്ളം, 40 വർഷമായിട്ട് വഴിയില്ല. ഇത് ക്യാപിറ്റൽ പ്രശ്നമാണിത്. എന്നിട്ട് ഈ വർഗീസ് ഒന്ന് ഉടമ്പടി ചെയ്യും, അമ്മ എനിക്ക് വഴിയില്ല, ഞാൻ മുട്ടപ്പം നീന്തിയാണ് 12 മാസവും ജീവിക്കണത്, എനിക്കൊരു സമാധാനം ഉണ്ടാക്കി തന്നെ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വഴിയിൽ അവർക്കുള്ള വഴിയുടെ അവിടെ കേസിൽ കിടക്കണതാണ് സംഭവം. കേസിൽ കിടക്കണ കാരണമാണ് അവർക്ക് വഴി കിട്ടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പം കേസ് മാറാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഈ വർഗീസിൻ്റെയൊക്കെ കുറേ പേയ്മെൻ്റ് അമ്മ ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ മകനെ ഇത് ചെയ്തു തരാം, ആദ്യം നീ വിശ്വാസം പ്രഖ്യാപിക്കാൻ പറയും. അപ്പോൾ വർഗീസ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം പ്രഖ്യാപിക്കണം. ഉടമ്പടിയുടെ ഒരു സംഭവമാണല്ല, വിശ്വാസം പ്രഖ്യാപിക്കണം, പ്രത്യാശയോടുകൂടി വിശ്വാസം പ്രഖ്യാപിക്കണം. അതാ ലുക്ക 1:45. വർഗീസ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയിട്ട് ഈ മുട്ടപ്പം വെള്ളത്തിൽ വിതറും. നിങ്ങൾ ആ സാക്ഷ്യം ഒന്ന് കേൾക്കണം, എങ്ങനെയാണ് വിശ്വാസം പ്രഖ്യാപിക്കണമെന്ന്. ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയതിന് ശേഷം മുട്ടപ്പം വെള്ളത്തിൽ നിൽക്കുന്ന ഇല്ലാത്ത വഴിയിൽ, വെള്ളം കെട്ടി നിൽക്കുന്ന വഴിയിൽ, കിട്ടാത്ത വഴിയിൽ, കേസായ വഴിയിൽ കൊണ്ടുപോയി ഈ ഉപ്പ് വിതറും. എന്താണ്? എൻ്റെ അമ്മ ഈ വഴി എനിക്ക് തരും എന്ന് പറഞ്ഞാണ് വിശ്വസിക്കണത്. വിശ്വസിച്ചവരാണ്. അത് വിശ്വസിച്ചത് മാത്രം കാര്യമില്ല, അത് പ്രഖ്യാപിക്കണം. വിശ്വാസം എപ്പോഴും ചെയ്യേണ്ടത് എന്താണ്? പ്രഖ്യാപിക്കണം. ഇപ്പോൾ ഉടമ്പടി തൈലം തേക്കണത് എന്താണ്? അത് പ്രഖ്യാപനമാണ്. വിശ്വാസം എപ്പോഴും പ്രഖ്യാപിക്കാനുള്ളതാണ്. അപ്പോഴവരുടെ കയ്യിൽ അവിടെ ആ വെള്ളത്തിലിടാൻ പറ്റിയ സാധനം വർഗീസ് നോക്കിയിട്ട് ഉടമ്പടി ഉപ്പാണ്. ഉടമ്പടി ഉപ്പ് കൊണ്ട് വിശ്വാസപ്രമാണം ചെയ്തിട്ട് കർത്താവ് ഈ വഴി തരാൻ വേണ്ടി ആ വഴിയിൽ വെള്ളത്തിലിട്ടിട്ട് 1 കൊല്ലമാകും. 1 കൊല്ലമാകുമ്പോൾ വർഗീസ് അമ്മയെടുത്ത് വരും. അമ്മയെടുത്ത് വന്ന് വെച്ചാൽ അമ്മയോട് പറയാം, അമ്മേ 1 കൊല്ലമായി ഉടമ്പടി ചെയ്തിട്ട് ഇതുവരെക്കും വഴി കിട്ടിയില്ല. അത് ആ അമ്മയോട് പറയുന്ന ഒരു രീതിയുണ്ട്, അതായത് ഒരു സ്നേഹം അതിൻ്റെ അകത്തുണ്ട്. ഇതാണ് വിഷയം. കാര്യം വിശ്വാസവും പ്രത്യാശയും മാത്രം പോരാ, ഒരു സ്നേഹത്തിൻ്റെ കണ്ടൻറ്റ് വേണ്ട അതിൻ്റെ അകത്ത്. കാര്യം ഉടമ്പടി സാങ്കേതികമായിട്ട് സംഭവിക്കുന്ന ഒരു കെമിക്കൽ ഫോർമുല അല്ല. ദൈവത്തിൻ്റെ ഇടപെടൽ ഉറപ്പുവരുത്തണമെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ദൈവസ്നേഹം ഉണ്ടാകണം. അപ്പോൾ വർഗീസ് കർത്താവിൻ്റെ അടുത്ത് നിന്ന് അമ്മയോട് വന്നിട്ടും അമ്മയോട് പറയാം, അമ്മേ അത് നമ്മുടെ വീട്ടിലെ അമ്മച്ചിയോട് പറയണ പോലെ ഉള്ള സ്നേഹത്തിൽ പറയാം, അമ്മേ ഉടമ്പടി എടുത്തിട്ട് 1 കൊല്ലമായി വരുന്നു, എനിക്ക് വഴി കിട്ടിയില്ല, എനിക്ക് വഴി കിട്ടാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അമ്മ എന്തെങ്കിലും ചെയ്യണമെന്നാണ് പറയുന്നത്. അതാണ് സംഭവം. അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്തെങ്കിലും ചെയ്യണമെന്ന് നമ്മൾ മനുഷ്യന്മാരോട് പറയണ പോലെയുള്ള സ്നേഹത്തിൽ ഈ മനുഷ്യൻ പറയും. അത് അമ്മയുടെ ചങ്കിരിക്കുള്ളൂ ആ സംഭവം. ദൈവത്തിനോട് പ്രാർത്ഥിക്കണമല്ല പ്രശ്നം, ദൈവത്തിൻ്റെ ചങ്കിലി കൊള്ളണം. അതിന് അവിടെ പിന്നെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ മനുഷ്യൻ ചിന്തിക്കാത്ത രീതിയിൽ 3 മീറ്റർ വീതിയിൽ വേറെ ഒരു വഴി ഈ മനുഷ്യന് വേറെ പറമ്പിൽ നിന്ന് വെട്ടി ഈ മനുഷ്യൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരും അമ്മ. അത് സംഭവം ഭയങ്കരമാണ്. അത് പറയുമ്പോൾ അത് സാക്ഷ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്ന വ്യക്തി അവിടെ പറയുന്നുണ്ട്, ജോമളാണ് എക്സ്പ്ലെയിൻ ചെയ്യണത്. അവർ പറയുന്നുണ്ട്, അതായത് നിങ്ങൾ ഉള്ളതാണത്. എന്താണെന്ന് വെച്ചാൽ യോശുവ 3 പറയും, ഇതുവരെ ആവശ്യമാണ് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നെന്ന് പറഞ്ഞില്ലേ? അതുപോലെ മനുഷ്യന് ആവശ്യമായതെല്ലാം വാഗ്ദാനത്തിലുള്ളതാണ്. അതാണ് ലൂക്ക 6, മത്തായി ശ്ലീഹ 6:32-33. എന്നുവെച്ചാൽ പുതിയൊരു വഴി വരികയും പുതിയ വഴി വെട്ടി വഴി വന്ന് റോഡായി. അത് പക്ഷേ അവർ ഒരു ഡിമാൻഡ് പറഞ്ഞു, വർഗീസ് എന്നാണ് നിങ്ങളുടെ കേസ് തീരണത് അന്ന് നിങ്ങൾ വഴി ചേഞ്ച് ചെയ്ത് തരണം. നിങ്ങൾ ആ വഴി എടുത്തിട്ട് ഞങ്ങൾ തന്ന വഴി ഇങ്ങോട്ട് തിരിച്ചു തരണം. അത് ഒരു പുരേടവാണ്. അത് നല്ല കുറേ സെൻറ്റ് വഴികളാണ്. അപ്പോൾ അതെന്താ സംഭവിച്ചാൽ ഉടനെ അതോടുകൂടി വർഗീസ് പറയുകയാണ്, അത് വന്നോടുകൂടി കേസ് ജയിക്കുകയും ചെയ്ത് ആ വഴി പഴയ വഴി ഞങ്ങൾ കിട്ടുകയും ചെയ്തു. ഇനിയിപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യണ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇത് പെട്ടെന്നാണ് ഈ സംഭവം. ഈ വർഗീസിന് ഈ ഉടമ്പടിയിൽ 1 കൊല്ലമായിട്ട് വർക്ക് ചെയ്യണില്ല. ഈ 1 കൊല്ലമുള്ള ഈ മനുഷ്യൻ ഉടമ്പടി എടുത്ത് മുട്ടപ്പം വെള്ളത്തിൽ നീന്തി പോകുമ്പോൾ അവസാനം ആ വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്. പക്ഷേ എന്ത് ചെയ്ത് ആ ഒരു 3ാമത്തെ ഘടകമുണ്ട്, സ്നേഹം, ദൈവസ്നേഹം എന്ന് പറയും. ആ സ്നേഹത്തിലൂടെ വന്ന് അമ്മയോട് പറയണം, അമ്മേ ഉടമ്പടി എടുത്തിട്ട് 1 കൊല്ലമായി, ഇപ്പോഴും ഞാൻ മുട്ടപ്പം വെള്ളത്തിൽ നീന്തുകയാണ്. അമ്മ എന്തെങ്കിലും ഒരു മരകൃതി ചെയ്യണം, ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. ഇതാണ് പ്രാർത്ഥന എന്ന് പറയണത്. പ്രാർത്ഥന വാരിക്കെട്ടി പറയണതല്ല. നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് അത് ദൈവത്തോട് അതേ സ്നേഹത്തോടെ പറയാൻ കഴിയണം. അപ്പോൾ ഇതിൻ്റെ ഈ ഉടമ്പടിയിലെല്ലാം ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു എൻ്റെ മക്കളോട്. ഉടമ്പടി വാഗ്ദാനമാണ്, വാഗ്ദാനം പ്രാപിക്കുന്ന പ്രാർത്ഥനയാണ്. പ്രാപിക്കാൻ വേണ്ടി ഒരു വ്യക്തിക്ക് വേണ്ടത് എന്തൊക്കെയാണ്? വിശ്വാസം വേണം, പിന്നെന്താണ്? പ്രത്യാശ വേണം. പിന്നെ വേണമെന്നല്ല, ഇതൊക്കെ പ്രഖ്യാപിക്കണം നമ്മൾ. അവരിപ്പോൾ എന്താണ് അവർ ചെയ്തത്? ഷേളി എന്താ ചെയ്തത്? അലൻ രാജിൻ്റെ സ്വന്തം മകൻ്റെ പോക്കറ്റിലേക്ക് മാതാവിൻ്റെ മുഖം നെഞ്ചോട് ചേർത്ത് ഹൃദയത്തിലേക്ക് തിരിച്ചു വെച്ചു. എന്താണ്? അതിൽ വിശ്വാസമുണ്ട്, അതിൽ ആക്ഷൻ, വെരി ആക്ഷൻ. കാരണം ഈ നമുക്ക് വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്, ദൈവസ്നേഹം കൊണ്ട് പറഞ്ഞ് ഉള്ളിൽ നടന്നുകൊണ്ടൊരു കാര്യമില്ല. ഇതെല്ലാ സാധനവും പ്രഖ്യാപിക്കേണ്ടതാണ്. പ്രഖ്യാപിക്കണം. പ്രഖ്യാപിച്ച് കഴിയുമ്പോഴാണ് വിശ്വാസം പ്രത്യാശ ഏറ്റു പറയുകയാണ് ചെയ്യണത്. പ്രത്യാശ ഏറ്റു പറയുകയാണ് ചെയ്യണത്. വിശ്വാസം പ്രഖ്യാപിക്കും, സ്നേഹം പ്രകടിപ്പിക്കും. ഇങ്ങനെ 3 പ്രോസസ്സിലാണ് ഇത് വർക്ക് ചെയ്യണം. വിശ്വാസം പ്രഖ്യാപിക്കും. ഇപ്പോൾ ഉപ്പ് കൊണ്ട് ആ വെള്ളത്തിലിടുമ്പോൾ വിശ്വാസം പ്രഖ്യാപിക്കണം. പക്ഷേ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ തന്നെ ഒരു പ്രത്യാശ ഏറ്റു പറയുന്ന ഒരു വിഷയമുണ്ട്. ഒരു പ്രത്യാശ ഏറ്റു പറയും. പിന്നെ എന്താണ്? വന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹത്തോടെ പ്രാർത്ഥിക്കും. അപ്പം അത് തന്നെയാണ് ഷേളി ചെയ്തത്. മകൻ്റെ നെഞ്ചിൽ കാശുരൂപം അവൻ്റെ പോക്കറ്റിലിട്ട് മാതാവിൻ്റെ മുഖം അവൻ്റെ നെഞ്ചിനോട് ചേർത്ത് വെക്കുമ്പോൾ ആ ഒരു ബന്ധമുണ്ട്. ഈശോ പറഞ്ഞ ഒരു ബന്ധമാണത്. ഈശോ എന്താ പറഞ്ഞത്? നിങ്ങൾ എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കണം. അപ്പോൾ എന്നാ സംഭവിക്കണത്? നിങ്ങൾക്കിഷ്ടമുള്ളത് ചോദിക്കുക. അത് നിലനിൽക്കണേ എങ്ങനെയാണ്? സ്നേഹത്തിലാണിത് സംഭവം നിലനിൽക്കുന്നത്. വചനം. കാരണം സ്നേഹമില്ലെങ്കിൽ ഈ വചനം നിലനിൽക്കത്തില്ല. വചനം ഉണ്ടാകും, നിലനിൽക്കത്തില്ല. ഇപ്പോൾ 15:7 യോഹന്നാൻ്റെ സുവിശേഷമില്ലേ? യോഹന്നാൻ്റെ 15:7 ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ.
നിങ്ങൾ എന്നെ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അതെന്ത്? അപ്പം ഈശോ എന്താ പറയണത്? നമുക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം. അതായത് ഇന്ന കാര്യങ്ങളെന്നല്ല. അതായത് അത് നമുക്ക് എന്താണ് അവിടെ ഒരു വിഷയം വന്നിരിക്കുന്നത്. അതായത് വേറെ ഒരു സാക്ഷ്യം, ഷൈനി ബെന്നി യുടെ സാക്ഷ്യം തൊടുപുഴ, ഷൈനി ബെന്നിയുടെ സാക്ഷി ആഴ്ചയിലുള്ളതായിരുന്നു. അത് സാക്ഷ്യം ഇതാണ്, അവർ ഉടമ്പടി ധ്യാനം യൂട്യൂബിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യൂട്യൂബിൽ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് അവർ വചനത്തിൽ നിലനിൽക്കുക. അവർ പറയുന്നത് 10 കൊല്ലമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞ് സംഭവിക്കില്ല. 10 കൊല്ലമേ. ഞാൻ ഞെട്ടിപ്പോയി. അതായത് പ്രത്യേക സാഹചര്യത്തിൽ, അതായത് ഒരിക്കൽ കുടുംബ പ്രാർത്ഥന അല്ലെങ്കിൽ ഞായറാഴ്ച കുർബാനയൊക്കെ മുടങ്ങിയാൽ അത് വീണ്ടും വീണ്ടും മുടങ്ങാനുള്ള സാധ്യത കൂടിക്കൊണ്ടേയിരിക്കും. അതെന്താ കാര്യം? ഹാർട്ട് അറ്റാക്ക് വരുന്നവർക്ക് ഇടയ്ക്കൊക്കെ പിന്നെയും വരാൻ സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ എന്തെങ്കിലും രോഗത്ത് നമ്മൾ ചെന്ന് പെട്ടാൽ, പ്രഷർ വേരിയേഷനിൽ വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്ത് നിന്നില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഇതുപോലെ കുടുംബ പ്രാർത്ഥന പോയാൽ ആ കുടുംബത്തിൻ്റെ ആത്മീയ പ്രഷർ വേരിയേഷൻ വന്നു. പിന്നെ എന്താണ്, നമ്മൾ എത്രയും എമർജൻസി ആയിട്ട് നമ്മളത് നോർമലാക്കണം. അല്ലാതെ എപ്പോഴെങ്കിലും കുടുംബ പ്രാർത്ഥന ചെല്ലാഞ്ഞിട്ട് പിന്നെ എല്ലാ ലോകത്തുള്ള ആൾക്കാരെല്ലാം കുടുംബ പ്രാർത്ഥന ചെല്ലിയിട്ടാണ് ജീവിക്കണത് എന്ന് പറഞ്ഞാൽ നിൻ്റെ കാര്യത്തിൽ അപ്പം തീരുമാനമാകും. കാര്യം അതിൻ്റെ അകത്ത് വെച്ചാൽ ഞാൻ പണ്ടേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചതഞ്ഞു പോയി ഞാൻ ഒരിക്കലും കുടിക്കാൻ നിൽക്കരുതെന്ന്. അത് കർത്താവ് പറഞ്ഞതാണ്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യൻ്റെ ഉള്ളിൽ ഉടനെ നെഗറ്റീവാണ് കയറി വരണത്. കാര്യം ആത്മീയമായിട്ട് ജീവിക്കാൻ വലിയ പാടാണ്. അതിന് വില കൊടുക്കണം. എന്താ കാര്യം വെച്ചാൽ നമ്മൾ വിലക്ക് വാങ്ങിയ ആൾക്കാരായത് കാരണം തന്നെ ദൈവത്തിന് മുതൽ മുടക്കുണ്ട്. അപ്പോൾ ദൈവത്തെ കൂടി നിർത്താൻ നമുക്ക് മുതൽ മുടക്കുണ്ടാകും. ശ്രുതികട ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തിൻ്റെ ഒരു നിലപാട് കണ്ട ഒന്ന് കുറേ 6:20 എന്താണ്? നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. അതിൻ്റെ കൂടെയുള്ള വചനം എന്താണ്? ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പം ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റിയ ഏറ്റവും വലിയ നമ്മുടെ കയ്യിലുള്ള മെയിൻസ് എന്താണ്? ശരീരമാണ്. രോഗമായാലും ക്ഷീണമായാലും മറ്റു തരത്തിലുള്ള വിഷമമായാലും ഇതെല്ലാം ശരീരത്തിൽ മഹത്വപ്പെടുത്താൻ നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണിത്. അല്ല, ഈശോ എനിക്ക് പനിയാണല്ലോ, ഈശോ എനിക്ക് കോവിഡാണല്ലോ, അങ്ങനെയല്ല. ഇൻ കേസ് കോവിഡ് ആണെങ്കിലും ഒമിക്രോൺ ആണെങ്കിലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് വെച്ച് എങ്ങനെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ നമ്മുടെ ശരീരത്തിൽ പ്രഖ്യാപിക്കാം. യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങൾ വരുന്ന പോരായ്മ ഞാൻ എൻ്റെ ശരീരത്തിൽ സംവഹിക്കണോ? പ്രൈസ് ദി ലോർഡ്. കൊളോസ്യസ് 1:24 നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് പൗലോസ് അപ്പോസ്തലനെ ദൈവസ്നേഹം നിറഞ്ഞപ്പോൾ തൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു ഉൾക്കാഴ്ച, ആ രഹസ്യം കൊടുത്തതാണത്. അദ്ദേഹത്തിന് മാത്രമാണ് രഹസ്യം കൊടുത്തത്. കാരണം അദ്ദേഹം ചോദിച്ചു കാണും, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട 3 പ്രേക്ഷിത പ്രേക്ഷിത യാത്രയൊക്കെ ചെയ്തല്ല, കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടില്ല, എൻ്റെ കപ്പലിന് തന്നെയാണല്ലോ അപകടം ഉണ്ടായത്. ഞാൻ നഗ്നനായിട്ട് പുതപ്പും ബൈബിളും നഷ്ടപ്പെട്ടിട്ട് ഞാൻ നഗ്നനായിട്ട് ഒഴുകി നടന്നില്ല. എന്താണ് അപ്പോസ്റ്റലായിട്ട് പോലും എനിക്ക് എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചു കാണും പുള്ളിക്കാരി. അതിനെക്കുറിച്ച് പുള്ളി ഒരു വിജാതി യഹൂദിൽ നിന്ന് പെട്ടെന്ന് ന്യാസപ്പെട്ട ഒരാളാണല്ലോ. അപ്പോൾ ചോദ്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അദ്ദേഹത്തോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇതെല്ലാം ശരീരത്തിലാണ് നീ സഹിച്ചിരിക്കുന്നത്. ഈ ക്രിസ്തുവിൻ ശരീരത്തിലാണ് സഹിച്ചത്. എന്താണ്? ശരീരം ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്.
നിങ്ങൾ വിലക്ക് വാങ്ങപ്പോൾ 1 കൊരിന്ത്യർ 6:20 അനുസരിച്ചുകൊണ്ട് നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് പറയാൻ ദൈവം എന്താ കൊടുത്തത്? ക്രിസ്തുവിൻ്റെ ശരീരമാണ് കൊടുത്തത്. അത് ആ ക്രിസ്തുവിൻ്റെ ശരീരം കൊടുത്തതെന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ പങ്കപ്പാടുകൾ, പീഡാനുഭവങ്ങൾ, നമുക്ക് വേണ്ടി സഹിച്ച പീഡാനുഭവങ്ങൾ, നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ വീണ്ടെടുത്തത് കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ കൊടുത്തിട്ടാണ്. അപ്പം അതുകൊണ്ടാണ്, അതാണ് പൗലോസ് പറയണത് നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് പറയണത്. ഇതുകൊണ്ട് എന്താണ് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരായത് കാരണം നിത്യത അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പോട്ടെ, പട്ടിയെപ്പോലെ ജീവിക്കാം, ഒരു കുഴപ്പമില്ല. എത്ര പേര് അങ്ങനെ ജീവിക്കുന്നു? ഇപ്പോൾ ഹോമോസെക്സ്വാലിറ്റി ആയാലും ഇല്ലേ, ഒരു വലിയ കുഴപ്പമുണ്ട്. അവർ സഭയിൽ തന്നെ ഹോമോസെക്സിനെ അംഗീകരിക്കണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ശാസ്ത്രീയമായിട്ട് STPയുടെ പ്രശ്നമൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. STP അതിൻ്റെ അകത്ത് കൂടുതൽ ആൾക്കാരുണ്ടാവും, അവരാണ് ഹോമോസെക്സ് ടെൻഡൻസി കാണിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ എന്തെല്ലാം ശാസ്ത്രീയമാണെന്ന് പറഞ്ഞാലും കുറേ കാര്യങ്ങൾ കർത്താവിൻ്റെ വചനത്തിൽ എന്താണ് അത് മാത്രമേ നമ്മൾ ഫോളോ ചെയ്യത്തുള്ളൂ. എന്താ കാര്യം? ദൈവത്തെ അംഗീകരിക്കേണ്ടത് പോരായ്മയായി കരുതിയത് കൊണ്ട് അധമവികാരങ്ങൾക്ക് അവരെ ഏൽപ്പിച്ചു കൊടുത്തു. അതാണ് പ്രശ്നം. അപ്പോൾ വികാരങ്ങൾ പലതുണ്ടാകുകയും അങ്ങനെ പല വികാരങ്ങളും ഉണ്ടാകും മനുഷ്യന്. അതെല്ലാം മനുഷ്യൻ്റെ വികാരങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാകും, ഇല്ലേ? അമ്മ ഏതാണ്, പെങ്ങളന്മാരേതാണെന്ന് അറിയാൻ പറ്റാതെ വരും. അത് പട്ടിയും പൂച്ചയൊക്കെ അങ്ങനെയല്ലേ, അമ്മയും പെങ്ങളും അറിയത്തില്ലല്ലോ അതിനൊക്കെ. അപ്പം അതൊക്കെ സംസ്കാരത്തിൻ്റെ മുഖമുദ്രയായിട്ട് കെട്ടിയെഴുന്നള്ളിക്കേണ്ട കാര്യമില്ല. ദൈവത്തെ അംഗീകരിക്കാത്തവരും യുക്തിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തുന്നവരും അങ്ങനെ പല വേഷങ്ങളും കെട്ടുന്നത്. വി ആർ നോട്ട് റെഡി ടു ഫോളോ ഇറ്റ് ആൻഡ് വി ആർ നോട്ട് ലൈബിൾ ടു ഫോളോ ഇറ്റ്. അത് വിശ്വാസി മനസ്സിലാക്കണം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് പറയുമ്പോൾ നിത്യത അസൈൻ ചെയ്തിരിക്കുന്ന ആൾക്കാരെ, എന്ന് വെച്ചാൽ ഈ ജീവിതത്തിനപ്പുറത്ത് വേറൊരു ജീവിതം, നിത്യമായൊരു ജീവിതത്തിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന അതിൻ്റെ പേയ്മെൻറ്റ് ദൈവം ചോദിക്കും. എന്താ കാര്യം? നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. നമ്മളുടെ വില കൊടുത്തത് ആരാണ്? കർത്താവ് തന്നെ അവൻ്റെ ശരീരത്തിൽ സഹിച്ചുകൊണ്ടാണ് പാപത്തിന് പരിഹാരം ചെയ്ത് അവൻ വില കൊടുത്തത്. സോ വി ഹാവ് ടു പേ ഇറ്റ്. തിരിച്ച് നമ്മൾ പേ ചെയ്യണം. അതിനെന്ത് ചെയ്യണം? കുറച്ച് ക്ലേശങ്ങളെല്ലാം ഈ ഭൂമിയിലുള്ളത് യേശുവിൻ്റെ നാമത്തിലെ, നമ്മൾ നേരത്തെ കണ്ട കൊളോസ്യസ് 1:24 അനുസരിച്ച് കൊണ്ട് ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളുടെ കാലികമായ പോരായ്മ, പൗലോസ് അപ്പോസ്തലൻ അവിടെ എവിടെയോ ഒക്കെ അന്നത്തെ കാലത്തെ ഒരു ചിന്താപരിമിതി അനുസരിച്ചാണ് അദ്ദേഹം ആ വിഷയത്തെ വീക്ഷിച്ചിരിക്കുന്നത്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങൾ പോരായ്മ ഒന്നുമില്ല. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തു പൗലോസ് അപ്പോസ്തലൻ പത്രോസ് പറയുന്നുണ്ട് ക്രിസ്തു എന്നും നിലനിൽക്കുന്നുവെന്ന്. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 12:34 ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നു എന്നാണല്ലോ നിയമത്തിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. അതാണ് വിഷയം. യോഹന്നാൻ 12:34 അനുസരിച്ചുകൊണ്ട് ക്രിസ്തു ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന ആളല്ല, കാലത്തിൻ്റെ ഒപ്പം നിലനിൽക്കുന്ന ആളാണ്. അപ്പോൾ കാലത്തിൻ്റെ ഒപ്പം നിലനിൽക്കുമ്പോഴേ ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള കാലത്തിൻ്റെ ഒപ്പമുള്ള ക്രിസ്തുവിൻ്റെ സഹനങ്ങളുടെ പോരായ്മയാണ് സഹനസഭ നികർത്തിക്കൊണ്ട് പ്രകൃതി ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമാക്കുന്നത്. അതായത് ക്രിസ്തു എന്നും നിലനിൽക്കുന്നു. അപ്പോൾ എന്നും നിലനിൽക്കുന്ന ക്രിസ്തു അതിൻ്റെ സഹനങ്ങളിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും, ഇപ്പോൾ പല വ്യാഖ്യാതാക്കളും പറയണത് ഒരു മനുഷ്യനായ ക്രിസ്തു മനുഷ്യനെന്ന നിലയിൽ കർത്താവിൻ്റെ സഹനങ്ങളിൽ പോരായ്മ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മനുഷ്യന് സഹിക്കാവുന്നതിൻ്റെ മാക്സിമം സഹിച്ച ആളാണ് യേശു, അല്ലേ? അവസാനത്തുള്ളിൽ ചോര വരെ തന്നാണ്. പക്ഷേ ക്രിസ്തു എന്നും നിലനിൽക്കുകയാണ്. എന്നും നിലനിൽക്കുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തോടാണ് മൗതിക ശരീരത്തോടാണ് സഭ. ആ സഭയിലാണ് നമ്മൾ സഹിക്കുന്നത്. അപ്പോഴെന്താണ്? ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ തുടർച്ചയാണ്.
ഇപ്പം സഹനത്തിന് തുടച്ച് നമ്മൾ ആരുടെ പേരിലാണ് എടുക്കണത്? ഇത് ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് എടുക്കുന്നത്, ക്രിസ്തുവിൻ്റെ നാമത്തിൽ. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? പിതാവായ ദൈവം മഹത്വപ്പെടും. ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തു മഹത്വപ്പെട്ട് കഴിഞ്ഞാൽ പിതാവായ ദൈവം മഹത്വപ്പെടുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൂടെയാണ് മഹത്വത്തിലേക്ക് നമ്മളെ ഒരു തീർത്ഥയാത്രയാണ്, മഹത്വത്തിൻ്റെ തീർത്ഥയാത്രയാണ് ശരിക്കും പറഞ്ഞാൽ ക്രൈസ്തവൻ്റെ ഈ ലോകത്തെ ജീവിതവും അവൻ്റെ പ്രതികൂലമായ ജീവിതാനുഭവങ്ങളും. അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം പ്രഖ്യാപിക്കാൻ, പ്രത്യാശ ഏറ്റുപറയാൻ, സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഒരു വിശ്വാസി എടുക്കുന്നത്. ദാറ്റ് മീൻസ് ഉടമ്പടിയാ ഈ കാര്യങ്ങൾക്കെല്ലാം ഉടമ്പടി പുതിയ അർത്ഥം നൽകുന്നതാണ് ഉടമ്പടിയുടെ വിജയം. എന്താ അർത്ഥം എന്ന് പറഞ്ഞാൽ വിജയം തന്നെ ചില സമയത്തൊക്കെ ഒരു കഷ്ടപ്പാടുകളുടെ ഒരു അംശം ഉണ്ടാവും. കാര്യം എന്താണ് കാര്യത്തിൽ എന്താണ് കഷ്ടപ്പാടിൻ്റെ അംശം ഉണ്ടാകാൻ കാരണം? കഷ്ടപ്പാടല്ല, ഇപ്പോൾ നമ്മൾ 1-ാം ക്ലാസ് പാസ്സാകണേ, പക്ഷേ നമ്മൾ IAS പാസ്സാകണേ. അപ്പോൾ IAS 1-ാം ക്ലാസ്സിൽ ഇരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം IAS കഷ്ടപ്പാടാണ്. IASകാരന് IAS കഷ്ടപ്പാടല്ല, എങ്ങനെയെങ്കിലും പരീക്ഷ വരാനുണ്ട് കൊതിക്കാൻ. അവിടെ വിഷയം കഷ്ടപ്പാടെന്ന് പറയണത് വ്യക്തിപരമാണത്. ഈ കൊടുത്ത പോയിന്റ് മനസ്സിലായില്ലേ? അതായത് 1-ാം ക്ലാസ്സുകാരന് IAS കഷ്ടപ്പാടാണ്, IASകാരൻ റാങ്ക് ഹോൾഡറിന് കഷ്ടപ്പാടല്ല. കാര്യം എന്താണ്? അവൻ്റെ കലിബർ തെളിയിക്കാനുള്ള അവസരമാണ്. എല്ലാ കഷ്ടതകൾ അവസരങ്ങളാകണത് അങ്ങനെയാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളൊരു അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ ഈശോ എന്താ പറഞ്ഞത്? ഗർഭിണിക്ക് പ്രസവ വേദന വരും പോലെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെന്ന് ഈശോ പറഞ്ഞത്. അപ്പം ക്രിസ്തുവിന് ശേഷമാണ് അത് ഗർഭിണിയുടെ വേദനയായിട്ട് വരണത്. അല്ലെങ്കിൽ നാട്ടുകാരുടെ തല്ലുകൊള്ളവൻ്റെ വേദന അല്ല നമ്മുടെ ദുഃഖം, ഗർഭിണിയുടെ വേദന എന്ന് ഈശോ പറഞ്ഞത്. യോഹന്നാൻ 16:21 അധ്യായം 21 വാക്യം വായിച്ചോളൂ. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മിക്കുന്നില്ല. അതായത് നമുക്കൊരു ദുഃഖം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും ദുഃഖം ഉണ്ടാകുമ്പോൾ നമുക്ക് ദുഃഖം തന്നെയാണത്. പക്ഷേ നിത്യത നമ്മൾ അനുഭവിച്ച് കഴിയുമ്പോൾ നമ്മൾ ഭൂമിയിൽ അനുഭവിച്ച ദുഃഖങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ നിത്യതയ്ക്ക് വേണ്ടി അത് വാഗ്ദാനമാകുമ്പോഴാണ് ഇവിടെ കഷ്ടപ്പാട് നമുക്ക് കഷ്ടപ്പാടായിട്ട് തോന്നുന്നത്. മനസ്സിലായില്ലേ? കഷ്ടപ്പാടിന് രോഗം, ക്ഷീണം. കാര്യം ഞാനിത് പറയുമ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ സ്പെക്കുലേറ്റീവായിട്ട് പറയണില്ല. കുഞ്ഞുനാൾ തൊട്ട് രോഗിയാണ് ഞാൻ. എല്ലാ കാലഘട്ടങ്ങളിലെ രോഗങ്ങൾ വന്നപ്പോൾ ഞാൻ ആ രോഗത്തോട് കൈവരിച്ചിട്ടൊരു നിലപാടുണ്ട്. അതെന്നെ കർത്താവ് പഠിപ്പിച്ച നിലപാടാണ്. തെദേവ് എന്ന് പറയുന്ന ആത്മകഥയിൽ അതെല്ലാം ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു വിശ്വാസി ഈ വിഷയങ്ങളെല്ലാം കാണുന്നത്. പക്ഷേ അവൻ്റെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ട്. എന്താണ് അത്? റോമ 1:18 എന്താണ്? നമുക്ക് വെളിപ്പെടാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് സ്തുതിക്കട്ടെ. റോമ 8:18 നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. ഈ മനുഷ്യന് എല്ലാവിധ രോഗങ്ങളുണ്ടായിരുന്ന ആളാണ്. ആർക്ക്? പൗലോസ് അപ്പോസ്തലനെ. അപ്പോൾ രോഗത്തിൻ്റെ ഇടയ്ക്കും ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ട്, പട്ടിണി അനുഭവിച്ചിട്ടുണ്ട്, കടലിൽ ഒഴുകി നടന്നിട്ടുണ്ട്, കള്ളന്മാർ കൈ മേടിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ 8:35 പറയുന്നുണ്ട്. റോമ 8:35 ഇത് ഈ വചനം ഇപ്പോൾ 8:18 തോന്നുന്നു. 8:18 ഇന്ന് നമ്മൾ 35 കയറുമ്പോൾ ഈ മനുഷ്യന് എല്ലാ കാര്യവും പറയും, എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ടെന്ന്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന്
ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. കാര്യം ഈ നഗ്നതയോ എന്ന് പറഞ്ഞാൽ എന്താ കാര്യം എന്നറിയാം? ഈ മനുഷ്യൻ തുണി ഉരിഞ്ഞു പോയായിരുന്നു. മാൾട്ടയിലൊക്കെ സംഭവിച്ച സമയത്തും കടലിൽ ആക്രമണം ഉണ്ടായ സമയത്തും അന്നൊക്കെ വസ്ത്രങ്ങൾക്ക് ഭയങ്കര വിലയുള്ള കാലമാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, ഗാന്ധി സിനിമയിലെ ഗാന്ധി പോലും ഒരു വസ്ത്രം അലക്കണ സ്ത്രീക്ക് അവൾക്ക് ആ ഒരു വസ്ത്രം മാത്രമേ ഉള്ളൂ. അത് വെച്ചുകൊണ്ടാണ് അവൾ ഓരോ ഭാഗം അലക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സ്വന്തം മേലങ്കി കൊടുക്കുന്നത്. അങ്ങനെ അന്നത്തെ ഇന്ത്യൻ സാഹചര്യം അതാണ്. വസ്ത്രത്തിനും ഭക്ഷണത്തിനും ഒക്കെ എല്ലാം രണ്ടാം ലോകം. അപ്പോൾ ഇന്നത്തെ കാലം ഇതാണ് അവസ്ഥയെങ്കിൽ അന്നത്തെ കാലം എന്തായിരിക്കും? വസ്ത്രം കിട്ടിയവരെടുത്തു. അപ്പോൾ ഈ മനുഷ്യൻ തുണിയില്ലാതെയാണ് കരക്ക് കയറണത്. എന്നിട്ടാണ് പറയണത്, ഞാൻ തുണിയില്ലാതെയാണ് ഇപ്പം കരക്ക് കയറിയിരിക്കുന്നത്, അപ്പോസ്തലനാണ് ഞാൻ. പക്ഷേ ഇങ്ങനെയായാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്ക് എന്നെ വേർപെടുത്താൻ പറ്റും? നഗ്നതയ്ക്കോ എന്നാണ് ചോദിക്കണത്. കാര്യം നഗ്നതയിൽ വരുമ്പോൾ നമുക്കെന്താ സംഭവിക്കണം? നാണക്കേട് ഉണ്ടാകത്തില്ല, ആക്ഷേപം ഉണ്ടാകത്തില്ലേ? അപ്പോൾ ഈ മനുഷ്യന് മാനുഷ്യമായി അനുഭവിക്കുന്ന ആക്ഷേപവും നാണക്കേടിനേക്കാൾ പവർഫുള്ളാണ് ക്രിസ്തുവിനോടുള്ള സ്നേഹം. അതാണ് വിഷയം. എന്നിട്ട് ഈ സ്നേഹത്തിൽ നിന്ന് ആരും നമ്മൾ വേർപെടുത്താൻ ചോദിക്കണത്? ഒന്നിനും വേർപെടുത്താൻ പറ്റത്തില്ലെന്ന് അദ്ദേഹം തന്നെ ജീവിതം കൊണ്ടും വാക്കുകൊണ്ടും ഉത്തരം പറയുന്നുണ്ട്. ഇത് തന്നെയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും വിശ്വാസി കേൾക്കാത്തതിൻ്റെ കാരണം ഈ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു യാത്രയായത് കാരണമാണ്. ഇപ്പോൾ ഇന്ന് സഭയിൽ കുറേ തരത്തിലുള്ള വിഷയങ്ങൾ ഓരോ തരത്തിൽ വരുന്നുണ്ട്. അജ്ഞാനികളിൽ നിന്നും വേദഗ്രന്ഥം അറിയാത്തവരിൽ നിന്നും വിശ്വാസി എന്താണ്, ഈശോ ആരാണെന്നും അറിയാൻ പാടില്ലാത്ത വിജാതിയിൽ നിന്നും ഒക്കെ പലതരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളിതിനൊക്കെ മറുപടി കൊടുക്കാൻ നടക്കുകയാണ്. അതിന് മറുപടി കൊടുക്കുന്ന വലിയ ക്യാമ്പയിൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മറുപടി കൊടുക്കണ്ട എന്നല്ല പറയണത്, പക്ഷേ വിശ്വാസം വിശദീകരിക്കപ്പെടണം, അത്രയേ ഉള്ളൂ. തർക്കങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആദിമസഭ എന്താ ചെയ്തത്? ആദിമസഭ ഇപ്പോൾ തീത്തോസിൻ്റെ 3:9 ശ്രുതികട്ടെ ഹല്ലേലൂയ അർത്ഥശൂന്യമായ വാഗ്വാദങ്ങളിലും വംശാവലികളെ കുറിച്ചുള്ള ചർച്ചകളിലും കലഹങ്ങളിലും നിയമത്തെക്കുറിച്ചുള്ള വചനത്തെക്കുറിച്ചുള്ള തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ആവശ്യമില്ലാത്ത തർക്കത്തിനൊന്നും പോകണ്ടെന്ന് പറയണേ, അവിടെ കിടന്ന് പറയട്ടെ. അപ്പം നമ്മളൊന്നും ചെയ്യണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് പത്രോസ് പറയുന്നുണ്ട്. 1 പത്രോസിൻ്റെ 3:15 നമ്മളൊന്നും ചെയ്യേണ്ടെന്നല്ല, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വിശുദ്ധ പത്രോസ് പറയുന്നുണ്ട്. ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. അതാണ് സംഭവം. 1 നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ വിശ്വാസികളെ എക്കാലവും ചെയ്യേണ്ടത്? എന്താണ്? അതായത് നമ്മൾ സയൻസ് വെച്ച് തർക്കിക്കുന്നു, അല്ലേ? വേറെ പല കാര്യങ്ങൾ വെച്ച് നമ്മൾ തർക്കിക്കുകയാണ്. പൊളിറ്റിക്സ് വെച്ച് തർക്കിക്കുന്നു, മറ്റു മതങ്ങളിലെ ന്യൂനതകൾ വെച്ച് തർക്കിക്കുന്നു. ഇതൊന്നും നമ്മൾ ബാധ്യസ്ഥരല്ല, ഇതൊന്നും നമ്മുടെ രീതികളല്ല. അവിടെ പല മതങ്ങളിൽ പലതരത്തിലുള്ള ന്യൂനതകളുണ്ടാവും. ഒരു മതം പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ സംവിധാനങ്ങളായ കാരണം അതിൻ്റെ ന്യൂനതകൾ ഇവിടെ ഉണ്ടാകും, അവിടെ ഉണ്ടാകും. അതൊന്നുമല്ല പ്രശ്നം. നമ്മളെ സംബന്ധിച്ചുള്ള എന്താ പ്രശ്നം? അതുകൊണ്ടാണ് പൗലോസ് പറയണതും വചനത്തെക്കുറിച്ച് തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. അവ പ്രയോജനരഹിതമാണ്, ഒരു കഥയുമില്ലാത്ത കാര്യമാണ്, വെറുതെ സമയം പോകാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കണം. ആദ്യത്തെ കാര്യം അതാണ്. ക്രിസ്തുവിനെ കർത്താവായി നമ്മുടെ ഹൃദയത്തിൽ പൂജിക്കണം. കാര്യം എല്ലാ കർത്താവ് എന്ന് പറയുമ്പോൾ എന്താണ്?
ദൈവം സമസ്തവും അവൻ്റെ പാദത്തിൻ്റെ കീഴിലാക്കിയിരിക്കുന്നു അല്ലേ? 1 കൊറിന്തോസിൻ്റെ 15:26-27 വരുമ്പോൾ ദൈവ സമസ്തവും. അപ്പോൾ സാത്താൻ വർഷിപ്പായാലും ബ്ലാക്ക് മാസ് ആയാലും അതിൻ്റെ കൂടെ വരുന്ന ഇലുമിനാറ്റി ആയാലും വേറെ എന്തെല്ലാം വിശ്വാസ രീതികളായാലും ഇതെല്ലാം ക്രിസ്തുവിൻ്റെ കാൽപാദങ്ങളാണെന്ന് വിശ്വാസി അറിയണം. ഇന്നല്ലെങ്കിൽ നാളെ അവസാന ചാപ്റ്റർ ദൈവം ഈ പ്രപഞ്ചത്തിന് എഴുതുമ്പോൾ ഇതെല്ലാം ക്രിസ്തുവിൻ്റെ കീഴിലായിരിക്കും. പിന്നെ അത് നമ്മൾ തർക്കിച്ച് കീഴിലാക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. ഈ കൊടുത്ത പോയിൻറ്റ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കണം. അതാണ് ഏറ്റവും വലിയ സഭയുടെ മെയിൻ സംഭവം. അതാണ് യേശു കർത്താവാകുന്നു. എല്ലാത്തിൻ്റെയും കർത്താവാണവൻ, പിശാചിൻ്റെയും കർത്താവാണവൻ. അത് ബോധത്തോടെ മനസ്സിലാക്കണം. പിന്നെ അതുകൂടാതെ എന്താണത്? നിങ്ങളുടെ പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്നവരെ, നമ്മുടെ പ്രത്യാശ എന്താണ്? നിത്യതയാണ് നമ്മുടെ പ്രത്യാശ. എൻ്റെ പ്രത്യാശയെക്കുറിച്ച് എന്നോട് വിശദീകരണം ആവശ്യപ്പെടുന്നവരെ ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ താത്വികമായിട്ടല്ല സംസാരിക്കുന്നത്. താത്വികമായിട്ട് ആർക്കും സംസാരിക്കാം, താത്വികമായിട്ട് ആർക്കും സംസാരിക്കാം. പക്ഷേ ദൈവത്തെ നമ്മൾ എങ്ങനെ അനുഭവിച്ചു, അതാണ് വിഷയം. നമ്മുടെ കൂടെ നിൽക്കുന്നവർ ദൈവത്തെ എങ്ങനെ അനുഭവിച്ചു, അതാണ് നമ്മുടെ വിഷയം. അതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയണത്. അതുകൊണ്ടാണ് കൃപാസനം ഇപ്പോൾ ഇത്രയും വിഷയങ്ങൾ, പല വിഷയങ്ങൾക്ക് വിവാദ വിഷയങ്ങളൊക്കെ സഭയിലേക്കും അതുപോലെ തന്നെ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും സാക്ഷ്യം കൊണ്ടാണ് മറുപടി പറയണത്. എന്താ കാര്യം? ക്രിസ്തു കർത്താവാണ്. പിന്നെ നമുക്ക് പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയുടെ വിശദീകരണമാണ് നമ്മൾ നൽകണത്. എന്താണ്? നമ്മുടെ കൂടെ നിന്നവരെ ദൈവത്തെ കണ്ടെത്തിയവരുടെ അനുഭവങ്ങൾ. അതാണ് പൗലോസ് പറയണത്. നിങ്ങൾക്കൊരു വിശദീകരണം ആവശ്യപ്പെടുന്നവരെ ഇവിടെ എന്ത് ചെയ്യണം? നിങ്ങൾ വിശദീകരണം കൊടുക്കണം. എന്ത് വിശദീകരണം കൊടുക്കണം? ബുദ്ധിപരമായ വിശദീകരണം കൊടുത്തിട്ട് കാര്യമില്ല. അത് ഒരിടത്തും നിർത്തത്തില്ല. ഇപ്പോൾ ചിലർ യേശു നിരീശ്വരവാദിയാണെന്ന് പറയണം. ചില ആൾക്കാർ യേശു തന്നെ പറയണം ഞാൻ നിരീശ്വരവാദി അല്ലെന്ന് പറയണം. ഇനിയിപ്പോൾ യേശു നിരീശ്വരവാദിയാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ ഗവേഷണം നടത്താൻ പോയിട്ടുണ്ട്. കുറേ ആൾക്കാർ യേശു നിരീശ്വരവാദി അല്ലെന്ന് പറയണം. വല്ല കാര്യമുണ്ടേ? അവൻ ചത്തുപോയില്ലേ? അവൻ നിരീശ്വരവാദി ആയാലെന്ത്, അല്ലെങ്കിൽ എന്ത്? ഇതൊന്നും സഭയുടെ വിഷയമല്ല. സഭയുടെ വിഷയം എന്താണ്? ക്രിസ്തു കർത്താവാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ.